ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലോട്ടസ് ഉണ്ടാക്കിയാലോ. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 കളറിലുള്ള ഒറിഗാമി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. പിങ്ക്, ഗ്രീൻ, യെല്ലോ കളറാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്തെടുക്കാനായിട്ട് പിങ്ക് കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് ഹൊറിസോണ്ടലി ഒന്ന് മടക്കി കൊടുക്കാം. ഇനി പേപ്പർ മടക്കി നിവർത്തി കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈൻ പോലെ വന്നിട്ടുണ്ടായിരിക്കും. ആ ലൈനിൻ്റെ 2 സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിൽ ഉള്ളിലേക്കായിട്ട് ഇതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. രണ്ട് സൈഡുകളും മടക്കിയെടുത്തതിന് ശേഷം സെൻറ്ററിൽ കാണുന്ന ലൈനിലേക്കായിട്ട് 2 സൈഡിൽ നിന്നും ഹൊറിസോണ്ടലി ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി അതിൻ്റെയും ഈക്വൽ ഹാഫായിട്ട് നീളത്തിന് തന്നെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്കിപ്പോൾ കിട്ടുക. ഇതും കൂടി ചേർത്തിട്ട് ഇതേപോലത്തെ പിങ്ക് കളറിലുള്ള 12 പീസസ് ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇനി ഫ്ലവറിൻ്റെ ലീഫ് ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ഗ്രീൻ കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. പിങ്ക് കളർ മടക്കിയെടുത്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ഗ്രീൻ പേപ്പറും നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഗ്രീൻ കളറിൽ ഇതുപോലത്തെ 4 പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ മടക്കിയെടുത്തിരിക്കുന്ന എല്ലാ പേപ്പറുകളും ചേർത്ത് നമുക്ക് അതിനെ ഒരു 4 സെറ്റാക്കി മാറ്റിയെടുക്കാം. 3 പിങ്ക് കളറും 1 ഗ്രീൻ കളറും ചേർന്നതാണ് ഒരു സെറ്റ്. ഇതേ രീതിയിലുള്ള 4 സെറ്റാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതായത് ഒരു സെറ്റിലുള്ള 4 പേപ്പേഴ്സും ഒന്നിനുള്ളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും അവസാനമാണ് കേട്ടോ ഗ്രീൻ കളർ പേപ്പർ വെച്ച് കൊടുക്കേണ്ടത്. എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ അടുത്ത 3 സെറ്റ്സും ചെയ്തെടുക്കാം. ഫോർ സെറ്റ്സും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ത്രെഡോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ വയറോ ഉപയോഗിച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. ടൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് 8 പാർട്സ് ആയിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും അതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലെ ഓരോ സെറ്റിലെയും പെറ്റൽസ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഓരോ പേപ്പറായിട്ട് അതേപോലെ മുകളിലേക്കാക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ലെയറും ഇതേ രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം.
പെറ്റൽസിൻ്റെ ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഗ്രീൻ കളർ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പെറ്റൽസ് ചെയ്തെടുത്തതുപോലെ മുകളിലേക്കായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ട, അത് അതേ രീതിയിൽ തന്നെ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിനുള്ളിലുള്ള യെല്ലോ പാർട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് യെല്ലോ കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം സിസർ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എൻ പോർഷൻ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത പോർഷൻ നന്നായിട്ടൊന്ന് വിടർത്തി ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു ലോട്ടസ് ഫ്ലവർ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.